അപ്പം ഈ ചേട്ടൻ്റെ ഭാര്യയുടെ കൊച്ച് അബോർഷനായിപ്പോയെന്ന് കേൾക്കുമ്പോൾ അനിയന് ദീർഘനിശ്വാസം എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരു ദീർഘനിശ്വാസമാണത്. എന്താ കാര്യം? നമുക്ക് ആ ഓഹരി കൂടി കിട്ടുമല്ല എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഇതുപോലെയുള്ള വൈകൃതങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. പലരുടെ മനസ്സിൽ പല രീതിയിലാണ് ഉള്ളത്, പല രീതി. ഇപ്പം കൺഗ്രാജുലേഷൻ പറയുമ്പോഴും ഉള്ളിൽ പറയും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും. മാർക്ക് ചിലപ്പോൾ 5 കിട്ടിയായിരിക്കും കൂടുതൽ. 5 മാർക്ക് നമ്മളുടെ 5 മാർക്ക് നമ്മളെക്കാൾ കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കും. അല്ല, ഇത് കെട്ടിപ്പിടിച്ചൊരു കൺഗ്രാജുലേഷനൊക്കെ പറയും. മലയാളിയെപ്പോലും ഇതുപോലെ കാപട്യം പിടിച്ച സാധനം ലോകത്ത് ഒരിടത്തും കാണത്തില്ല. കാര്യം നമ്മൾ ഒന്ന് വെച്ചിട്ട് വേറൊരു സാധനം അങ്ങോട്ട് പറയും. ഇത് ആധ്യാത്മികതയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥന സത്യസന്ധമായി ഈശോ പറയണം. എന്താ മനസ്സിൽ തോന്നുന്നത്, യു ജസ്റ്റ് പ്ലേസ് ഇറ്റ്. ഇത് പ്ലേസ് ചെയ്യാതെ ഇരുന്നൊരു മനുഷ്യനാണ് യൂദാസ്. യൂദാസ് അവസാന നിമിഷം വരെ മനസ്സിലുള്ളത് തുറന്ന് പറയത്തില്ല. ഇത് കുംഭസാരം പോലെ വന്നാൽ മതിയായി, ഈശോ നിന്നെ ഒറ്റ കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, എനിക്ക് നിൻ്റെ പ്രബോധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് യൂദാസ് അൾത്താരെ പ്രതിഷ്ഠിക്കപ്പെട്ടേനാണ്. കുംഭസാരിക്കാതിരുന്നാൽ അവൻ്റെ കുഴപ്പം. കുംഭസാരിക്കാൻ നേരിട്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിട്ടും ആ പന്നി കുംഭസാരിച്ചില്ല. എന്തൊരു ഭാഗ്യമായിരുന്നു അവന്, കർത്താവ് കൂടെ നടക്കണ. അപ്പോഴൊന്നും പറഞ്ഞു, എനിക്ക് കർത്താവ് എനിക്കൊരു കാര്യം, നീ എന്നെക്കുറിച്ചൊന്നും തോന്നരുത്. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കുഞ്ഞുനാൾ പോലെ പല പല വിഷയങ്ങൾ ഇടപെട്ടിരിക്കണ കാരണം എനിക്ക് ഈ ആധ്യാത്മികതൊന്നും തലയിൽ കയറത്തില്ല. നീ പറയണത് എനിക്ക് ഇപ്പോഴും നിന്നെ വിശ്വാസമില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒറ്റിക്കൊടുക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ആശരാന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്നെങ്ങാനും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് രഹസ്യമല്ലേ, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നാ പറ്റി, ആത്മഹത്യയും ചെയ്ത് പരസ്യമാകുകയും ചെയ്ത് ഈ ഭൂമി ഉണ്ടാകുന്ന കാലം കള്ളനുമായി. എന്തിനാണ് ഈ കച്ചവടത്തിന് പോണത്? ദൈവത്തോട് ഉള്ളതുപോലെ അങ്ങോട്ട് പറയുക. ഉള്ളത് എന്താണോ ഉള്ളതുപോലെ പറയുക. എന്തായാലും പറഞ്ഞാൽ ഒന്നാമത്തെ അവസ്ഥ റീഫണ്ട് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസും ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തുവാണ്. അപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്ന്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ റെക്ടിഫൈ ചെയ്യാനുള്ള ആളും അവൻ തന്നെയാണ്. അതായ വിഷയം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഏത് അവസ്ഥയിലും നിലനിർത്താൻ അധികാരമുള്ളവനും ശക്തിയുള്ളവനും അവനാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്നോട് ഇടപഴകുന്നതിന് വളരെ സുതാര്യമായ ഒരു മനോനിലവാരം കൈവരിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ധ്യാനിക്കണത്. എന്താ പറയണത്? എല്ലാവരുടെയും പാദങ്ങളെ ഇവൻ ചുറ്റി നടന്ന് കഴുകും. ഉദാസീനെയും ആ കൂട്ടത്തിൽ കഴുകും. കഴുകിയിട്ടുവൻ പറഞ്ഞ ഡയലോഗാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്. അതാണ് കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവനാണ്, പക്ഷേ ഒരാളല്ലെന്ന് പറയും. ആ ഒരാൾ ഈ പാദം കഴുകാൻ വേണ്ടി ഗുരു തന്നെ കച്ചയും കെട്ടി ഇറങ്ങി ഇവൻ്റെ പാദങ്ങളെല്ലാം കൈ കൊടുത്തിട്ടും ആ നിലപാടിൽ നിന്ന് യൂദാസിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അത് ഭയങ്കര സംഭവമാണ്. അതായത് നമ്മളുടെ ഒരു പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് തോന്നണം. ഇപ്പം കൃപാസന അമ്മ പറയുന്ന ഒരു വാക്ക് ദുരന്തം ഉണ്ടാകാൻ പോകുന്നുവെന്ന് പ്രാർത്ഥിക്കണം എന്നല്ലേ. ആധ്യാത്മിക ദുരന്തങ്ങളിൽ ഒന്ന് നമ്മളുടെ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട്, വേറെ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കളിയുണ്ട്. അപ്പം നീ എന്താ പറയണേ? ഒക്കെ ശരിയാവും. അപ്പം രണ്ടാമത്തെ അവൾ ചോദിക്കും, ഓരോ മനുഷ്യ അവൾ എന്നെ ഉപേക്ഷിച്ച് കളയുവാ. അല്ല, ഒരിക്കലും എൻ്റെ കടുത്ത തല ഉണ്ടെങ്കിൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ യൂദാസ് അവൻ മാറാൻ അവന് പറ്റണില്ല. ശരിക്കും പറഞ്ഞാൽ അവന് പറ്റണില്ല, അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഇതുപോലൊരു വിഷ സർക്കിളിൽ ചെന്ന് ചാടും. ഒരു ബ്ലാക്ക് റിലേഷനിൽ ചെന്ന് നിങ്ങൾ ചാടി വിചാരിച്ചു. നിങ്ങൾ ദൈവത്തോട് എപ്പോഴും തുറന്ന് പറയണം. തുറന്ന് പറയുമ്പോൾ ഒരു കാപട്യം അതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയും, ദൈവമേ ഈ അപരാധി ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴും, ദൈവമേ നീ തീരുമാനം അങ്ങനെ എടുത്തു പോരുത് കേട്ടാന്ന് പറയും. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്താണ് ഈ മനുഷ്യത്വം കിടന്ന് കളിക്കണ കളി. എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും,
ഇപ്പം എന്തെങ്കിലും ദുശ്ശീലം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, സിറിഞ്ച് എടുക്കുന്ന പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, അത് കളയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കളയണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം, ദൈവമേ എന്തെങ്കിലും ഒരു സംഭവം തടയില്ലാതെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ? അതെ, എന്തെങ്കിലും ഒരു പാളം തെറ്റിയ പരിപാടി ഇല്ലാതെ എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും? എൻ്റെ ദൈവപൈതലെ അതുകൂടി നീ ദൈവത്തിനെ ഏൽപ്പിക്കണം. കർത്താവ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു ദുഷിച്ച ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, അത് ഞാൻ നിന്നോട് തുറന്ന് പറയുന്നുണ്ട്. നീ പക്ഷേ അപ്പോഴും എനിക്ക് പേടിയാണ്, നീ എങ്ങനെ ഇടപെട്ടിട്ട് അവൾ വല്ലതും ചത്തുപോവുകയും ഞാൻ വല്ലതും വണ്ടിക്കടിയിൽ പോവുകയൊക്കെ ഞാൻ സംഗതി കുഴപ്പമാണ്. അതൊന്നും വേണ്ട കർത്താവോ, നീ എന്നോട് ക്ഷമിച്ചാൽ മതി, ഞാൻ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തോളാമെന്ന്. അതാ പ്രശ്നം. നീ എന്നോട് അപ്പോൾ ദൈവത്തിനടുത്ത് വരണേ എന്തിനാണ്? നിൻ്റെ ചുറ്റിക്കളിയെല്ലാം കറക്റ്റാകുകയും ചെയ്യണം, ദൈവം നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണം. ദിസ് ഈസ് കാബട്ട്, ഇത് ഫ്രോഡാണ് ഈ പരിപാടി. നീ തുറന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിരിപ്പെല്ലാം തുറന്ന് പറയണം. പിതാവിനോട് തുറന്ന് പറയാൻ പറ്റാത്തൊരു കേസ് കെട്ടാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത്. എന്താ കാര്യം? ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പല പ്രാവശ്യം ഈശോ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 9:39 യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ന്യായവിധിയെല്ലാം കഴിയാൻ സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുമരണം കഴിഞ്ഞിട്ടാണ് ന്യായവിധി വരണത്. ന്യായവിധി വന്നപ്പോഴാണ് 25-35 വരണത്. അനന്തരൻ രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു. 25-35 വായിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. മത്തായി 25:34 അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇതാണ് ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ലൂക്ക 9:31 മത്തായി 25:34 തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. ശരിക്കും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്ന ന്യായവിധിയാണ്. ആ ന്യായവിധിയിൽ സംഭവിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലതുവശത്ത് നിൽക്കുന്നവരും ഇടതുവശത്ത് നിൽക്കുന്നവരും എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ ഈ വലതുവശത്ത് നിൽക്കുന്നവർ പണ്ട് അന്ധന്മാരായിരുന്നു, ദൈവത്തിൻ്റെ വചനം കണ്ടിട്ടും കാണാത്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ മറ്റേ ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അതായിരുന്നു ഇത് വിഷയം വരണത്. പക്ഷെ കണ്ടെങ്കിലും അത് അവർ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ അവർ പെശക് സംഭവിച്ചു. അങ്ങനെ ഉടമ്പടിയിലും അന്ധന്മാരുണ്ടല്ലോ, ഉടമ്പടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും, ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അത് പ്രാക്ടിക്കലായിട്ടുള്ള ബ്ലൈൻഡ് മാൻ ഉണ്ട്, ഉടമ്പടിയിലുണ്ട്, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ ബ്ലൈൻഡാണെന്ന് ദൈവത്തിന് അറിയാം. കാര്യം ഇവരെല്ലാം അറിയും, പക്ഷെ അത് ചെയ്യത്തില്ല. ചിലർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുകയും ചെയ്യും, എല്ലാം ചെയ്യുകയും ചെയ്യും, അതിൻ്റെ ഇരട്ടി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് അത് കുരിശുമരണത്തിലൂടെ നേടിയെടുക്കുന്ന അന്ത്യവിധി ആയിട്ടുള്ള കർത്താവ് ആടണം. അപ്പോഴേ കർത്താവ് അവൻ ദൈവവും കർത്താവുമല്ലേ. എൻ്റെ കർത്താവ് തോമസിലേക്ക് എന്താ വിളിക്കണത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ ആണ്. അപ്പോൾ എൻ്റെ ദൈവമാണ് കർത്താവ് എന്ന് പറയുമ്പോൾ വിധിയാളനാണ് ശരിക്കും. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വിധിയാളനായി. കർത്താവ് മരണത്തെ ജയിച്ച് കഴിഞ്ഞ് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവൻ മരണത്തെ ജയിച്ചു. അപ്പോൾ വിധിയാളനായി, കർത്താവായി. അതാണ് എൻ്റെ കർത്താവേ എന്ന് വിളിക്കണത്. എൻ്റെ കർത്താവ് ആരാണ്? ദൈവമാണവൻ. അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമെന്ന് വിളിക്കുമ്പോൾ ഈ വിധിയാളനാകുന്നതിന് മുമ്പ് ഉള്ളതാണ് കുരിശുമരണം, പാപത്തിന് പരിഹാരം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഈ 9:31 ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഇത് ക്രൂസിഫിക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ദെയർ. കർത്താവിനറിയാം ഈ ന്യായവിധിയെല്ലാം നടക്കുന്നത് പാപത്തിൻ്റെ മേൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞിട്ടാണെന്ന്. പാപത്തിൽ ശരീരത്തിന് ശിക്ഷ വിധിച്ചിട്ട് ഹല്ലേലൂയ, ഒരുമിച്ച് പാടാം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമാ 8:3 ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു.
അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഒന്നിനു വായിച്ച വചനം ശരീരത്താൽ ബലഹീനമാക്കി. നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ട് എഴുതിയിടണം. DTP ചെയ്തോ കൈകൊണ്ട് എഴുതിയോ അടുക്കളയിലോ സ്റ്റഡി റൂമിലോ പറ്റിച്ച് വെക്കണം. ഇതാണ് സത്യം. ഈ സത്യത്തിൽ നിന്നാണ് ബാക്കി എല്ലാ സത്യങ്ങളും ഉണ്ടാകുന്നത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. വായിച്ചേ. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് നിയമത്തിന് അസാധ്യമായതാണ് ദൈവം ചെയ്തത്. പഴയ നിയമത്തിന് അസാധ്യമായത്. പഴയ നിയമം പോരായിരുന്നു, പിന്നെ എന്തിനാണ് പുതിയ നിയമം വന്നത്? ക്രിസ്തുവിന് എന്തിനാണ് പിന്നീട് യഹോവ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പറയണത്. എന്താ പറയണത്? പഴയ നിയമത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയത്തില്ല. ന്യായമായ പരിഹാരമാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? ഒരാടിനെ എടുത്തിട്ട് ആടിൻ്റെ രോമങ്ങളെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ഇവർ ചെയ്ത വ്യഭിചാരം എന്നും പറഞ്ഞ് എഴുതിയിട്ട്, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചീട്ട് എഴുതിയിട്ട് ആ രോമത്തെ കെട്ടിവെക്കും. ടേക്ക് ദ റെഫറൻസ്. അതായത് പിന്നീട് ഇവർ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചു എന്നും പറഞ്ഞ് ചീട്ട് എഴുതി വെച്ചും ആടിൻ്റെ രോമം കൂട്ടിയെടുത്തിട്ട് അതിനെ കെട്ടിവെക്കും. ഇങ്ങനെ ഒരു ആടിനെ വിലക്ക് വാങ്ങിച്ചിട്ട് രോമത്തെ മുഴുവനും ഇവരുടെ പാപങ്ങളുടെ ചീട്ടുകൾ കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈ ആട് ഈ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട് ഇങ്ങനെ വീർത്ത് ചീർത്തങ്ങളെ നിൽക്കും. എന്നിട്ട് ഈ പൊട്ടൻ മനുഷ്യന്മാർ ഇതിനെ മലമുകളിൽ കൊണ്ടുപോയി താഴെയിട്ട് തള്ളിയിടും. അപ്പോൾ അത് ആട് രക്തത്തിൽ പടന്ന് ചത്തുപോകും. എന്നിട്ട് പറയും എൻ്റെ പാപങ്ങളെല്ലാം ചത്തുപോയി, ഞാൻ ഫ്രീ ആണെന്ന്. അങ്ങനെ മൃഗത്തിൻ്റെ മേൽ സ്വന്തം പാപം അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് പഴയ നിയമത്തിലുള്ളത്. അതുകൊണ്ടാണ് സെൻറ്റ് പോൾ തിരുത്തണത്. എന്താ കാര്യം? ആ അഭ്യാസങ്ങൾ കൊണ്ട്, ഇവന്മാരുടെ അഭ്യാസം കൊണ്ട് മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടത്തില്ല. മനസ്സിലായില്ലേ? ഐഡിയ കിട്ടില്ലേ? അതുകൊണ്ട് ഒന്നിനു വായിച്ചു അത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. റോമ 8:3. 8:3. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അതാണ് അതായത് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് എന്ത് ചെയ്തു? ദൈവം ചെയ്തു. അതാ പുതിയ നിയമത്തിന്റെ പ്രസക്തി. പഴയ നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. ദൈവം എന്താ ചെയ്തത്? വായിച്ചേ. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോഴേ യേശുക്രിസ്തു ഏറ്റെടുത്ത പീഡാനുഭവങ്ങളും കുരിശുമരണവും എല്ലാം എന്തിനു വേണ്ടിയാണ്? പാപത്തിന്, നമ്മൾ മുഴുവൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിലുള്ള സംഭവം എന്താണ്? എനിക്ക് വേണ്ടി കർത്താവ് പകരക്കാരനായി. ഇപ്പം നിൻ്റെ പ്രമാണം ബാങ്കുകാരുടെ കയ്യിലാണ് എന്ന് വിചാരിച്ചോ? അതിന് 2 കോടി രൂപ ആണ്. നിനക്ക് ഈ ജന്മത്തിൽ വില എടുത്താൽ 2 കോടി രൂപ കിട്ടത്തില്ല. പക്ഷേ നിന്നോട് അനുകമ്പ തോന്നി ഒരാൾ വന്ന് ആ 2 കോടി രൂപ കൊടുത്തിട്ട് നിന്നെ പ്രമാണം റിലീസ് ചെയ്തു തരും. ഇതാണ് സംഭവം. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള എന്താണ്? ഈശോയാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തതെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. മനസ്സിലായി? സിമ്പിളാണ് ഈ സംഭവം. ഇതാണ് ഞാൻ സിമ്പിളാക്കിയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതാണ് ബൈബിള് നിൻ്റെ രക്ഷ സിമ്പിളാക്കി കളഞ്ഞ്. എന്നുവെച്ചാൽ ഈശോയാണ് എനിക്ക് പകരക്കാരനായിട്ട് ജാമ്യം കൊടുത്തത്. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, നിങ്ങളെ വിലക്ക് ജാമ്യത്തൊക്കെ കൊടുത്ത ആൾ വേറെയാണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. അതുകൊണ്ടാണ് ഇവന് ആരാധന നമ്മൾ കൊടുക്കണത്,
സ്തുതി കൊടുക്കണത്, നന്ദി കൊടുക്കണത്. എന്താ കാര്യം? അവൻ ദൈവമായത് കൊണ്ട് മാത്രമല്ല, മറിച്ച് എന്താ, അവൻ നിനക്ക് പകരക്കാരനെ മരിക്കുകയും അവൻ്റെ മരണം നിനക്ക് വേണ്ടിയാണെന്ന് നീ നിൻ്റെ പാപത്തിന് കൂടി പരിഹാരമാണ് അവൻ ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അവനെ വിശ്വസിക്കുന്നു, അവൻ്റെ മരണത്തെ വിശ്വസിക്കുന്നു, അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു, അവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു, അവൻ്റെ വരവ് നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോൾ ഈ കാത്തിരിപ്പും വരവും എല്ലാം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു വേദിയാണ് സഭയെന്ന് പറയണത്, അല്ലെ കൂട്ടായ്മ എന്ന് പറയണത്. കാര്യം നിരന്തരം ഇതിന് പരിഹാരം ചെയ്തുകൊണ്ടും നിരന്തരം ആ വിശ്വാസം വളർത്തിയെടുത്തുകൊണ്ടും നിരന്തരം ആ വിശ്വാസത്തെ വളർത്തിയെടുത്താൽ മാത്രം പോരാ, നമ്മൾ വളരുകയും ചെയ്യണം. അപ്പോൾ അത് ദൈവത്തിന് തോന്നുകയും ചെയ്യണം. അപ്പോൾ ഇത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളെല്ലാം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ എളുപ്പമാകും. അല്ല നിങ്ങളിങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ പശുവിന് ചന പിടിക്കണില്ല, എന്നാൽ അപ്പോൾ ഉടമ്പടി എടുത്തേക്കാം. കർത്താവ് ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഉടമ്പടി അപ്പോൾ കൂടെ അയൽവാസിക്ക് എവിടെ പോണ്? ആ പശുവിനെ കൊണ്ടുവന്നിട്ട് പശുവിന് 22,000 രൂപ 42,000 രൂപയ്ക്ക് മേടിച്ച മുതലാണ്. ഈ സംഭവം ഇതുവരെ പ്രസവിക്കണില്ല, ഒന്നേ കൊടുക്കണം അല്ലെങ്കിൽ അത് പ്രസവിക്കണം. അതിനെന്ത് എവിടെ പോകണം? കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം ലളിതമായിട്ടാണ് ഈ വിഷയം നീ എടുക്കണത്. ഈ വിഷയം അതല്ല സംഭവം. നീ പറഞ്ഞ പശുവിനെ പ്രസവിപ്പിക്കുന്ന ഏർപ്പാടല്ല ഇത്. ഇതിൻ്റെ അകത്ത് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു തത്വമുണ്ട്. നിനക്കിന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഈശോയ്ക്ക് നീ അനുഗ്രഹം വാങ്ങി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടായ വിധമാണ് ഞാൻ നിങ്ങളോട് പറയണത്. അത് നിങ്ങളറിയണം. അനുഗ്രഹം ഉണ്ടായ വിധം എനിക്കറിയണ്ട. അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രോഡാണ്. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ട് വിശ്വാസത്തെ സമീപിക്കാൻ നോക്കുക. അവൻ പാപത്തിന് ശിക്ഷ വിധിച്ച കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഞാൻ ഇതുകൊണ്ടാണ് അവനിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞില്ലേ. വെടപ്പാട് 3:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. എഫേസോസ് 3:12 അവനിലുള്ള ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം ഈശോ ആരാണ് മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം നമ്മുടെ പാപത്തിന് പരിഹാരമായിക്കൊണ്ട് പകരം ചെയ്ത അവനിലുള്ള വിശ്വാസം. നമ്മൾ മരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വേണ്ടി അവൻ ഉയർത്തെഴുന്നേൽക്കുകയും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന അവനിലുള്ള വിശ്വാസം. പറഞ്ഞ് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അപ്പൊ ദൈവത്തെ അപ്പൊ ഞാനിത് വായിച്ചപ്പോഴേക്കും മനസ്സിലാക്കി, ഇത് ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ അല്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്ക് ഉറപ്പാനുള്ളത്? സെൻറ്റ് പോളിൻ്റെ കാലത്തേക്കാൾ എന്തുമാത്രം ബൈബിൾ വളർന്നു. കാര്യം ജനകോടികൾ അത് ആക്ടിവേറ്റ് ചെയ്തു, അവിടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു, സത്യമാണ് തെളിയിച്ചു, ആധ്യാത്മികത കാലത്തിനൊപ്പം വളർന്നു. ടേക്ക് ദ ബെഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസോസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. അതായത് ഇങ്ങനെ നമ്മൾ അവനിലുള്ള വിശ്വാസം നമുക്ക് ശ്രദ്ധിക്കുക. ഇതൊരു അഡൽട്ട് കാറ്റഗിസമാണ്, പബ്ലിക് എഡ്യൂക്കേഷനാണ്, ശ്രദ്ധിക്കണം. അത് എന്താണ്? അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പും നമുക്കുണ്ട്. ഈ ഉറപ്പ് വരുമ്പോഴേ എന്ത് സംഭവിക്കണത്? നമ്മളിൽ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. ഉടമ്പടിയുടെ ഉദ്ദേശം അതാണ്. ദൈവത്തെ നമ്മുടെ അവനിലുള്ള വിശ്വാസം ആരിലാണ്? സിംഗിൾ പേഴ്സണാണ്. ഈശോയിൽ മാത്രമുള്ള വിശ്വാസമാണ്. ലോകത്തിലുള്ള മുഴുവൻ അചേതന വസ്തുക്കളിലുള്ള വിശ്വാസമല്ല ഇത്. നിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് മരിച്ചുയർത്തുന്നേറ്റ കർത്താവിൻ്റെ ഉത്ഥാനത്തിലും വീണ്ടും വരവിലുള്ള നിൻ്റെ പ്രത്യാശയും വിശ്വാസവുമാണ്. അപ്പോൾ അവനുള്ള വിശ്വാസം മൂലം എന്താണ് നമുക്കുള്ളത്? പ്രത്യാശ നമുക്കുണ്ട്. അല്ല, നമുക്ക് ഉറപ്പുണ്ട്. എന്താ കാര്യം? നമ്മൾ ഉടമ്പടിയിലാണ്. ഉടമ്പടിക്കും സാധാരണ അവനുള്ള കേവല വിശ്വാസത്തിനും ഉടമ്പടിക്കും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. അവനുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഉടമ്പടി അതല്ല. അത് അപ്ഡേറ്റഡ് ഫോമാണ് അതിൻ്റെ. എന്താ അപ്ഡേറ്റഡ് ഫോം എന്ന് പറയണത്? സാധാരണ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഇപ്പം സാധാരണ വിശ്വാസം എന്താ? ഹെബ്രായർ 11:1. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹെബ്രായർ 11:1. ഹെബ്രായർ 11:1. വിശ്വാസം എന്നത് പറഞ്ഞ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അത് കേവല വിശ്വാസമാണത്. സെന്റ് പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണത്. പക്ഷെ അത് കേവല വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഹെബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഹെബേഷ്യസിൽ വരുമ്പോൾ സെന്റ് പോൾ ഒരു പൊടിക്ക് വളരുന്നുണ്ട്. ശരിക്കും എന്താ വളരണത്? ഈ കാണപ്പെടാത്ത വായിച്ചേ വിശ്വാസം എന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പൊ വിശ്വാസത്തിൽ നിന്ന് ഇവിടെ മാറുമ്പോൾ ഒരു ബോധ്യത്തിലേക്ക് വരുന്നുണ്ട് സംഭവം. ബോധ്യം കഴിയുമ്പോഴാണ് ഉറപ്പ് വരണത്. വിശ്വാസം, ബോധ്യം, ഉറപ്പ്, അങ്ങനെയാണ് ഈ സംഭവം വളരണത്. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബോധ്യം കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. പിന്നെ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ബോധ്യം. ശരിക്കും ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവിക്ഷൻ. നമ്മുടെ ഫാക്കൽറ്റിയുടെ കൺകറൻസിനാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. ബുദ്ധിക്കൊരു കൺകറൻസ് തരും. ബുദ്ധി ഇറ്റ് ഇസ് ലോജിക്കലി സിങ്ക് ആകുന്നുണ്ട്, ഇറ്റ് ഇസ് ഇൻ്റലക്ച്വലി ഓക്കെ എന്ന് പറയുന്നതാണ് ബൗദ്ധിക ബോധ്യം. ഇറ്റ് ഇസ് ഇമോഷണലി ഓക്കെ എന്ന് പറയുന്നതാണ് വൈകാരിക ബോധ്യം. ഈ രണ്ട് ഫാക്കൽറ്റി ഒരുമിച്ച് കൺകറൻസ് ചെയ്യുമ്പോൾ ബോധ്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ബോധ്യങ്ങളെന്ന് പറയുന്നത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ് അതിൻ്റെ. അത് പ്രയോഗത്തിൽ ബോധ്യം എന്ന് പറയുന്നത് ഇത് തിയററ്റിക്കലി സിങ്ക് ആകുന്നുണ്ട്, വൈകാരികമായിട്ട് ഞാൻ ഓക്കെയാണ്, എനിക്കത് വൈകാരികം മനസ്സിലാകുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഈ വൈകാരിക ബോധ്യം പ്രയോഗവൽക്കരിച്ചതിന് ശേഷം എനിക്കുണ്ടാകുന്ന അനുഭവജ്ഞാനത്തിൻ്റെ പാരമ്പര്യത്തിനാണ് ഉറപ്പെന്ന് പറയുന്നത്. രാധാദേവി അവിടം വരെ എത്തിയിട്ടുണ്ടോ ആധ്യാത്മികതയിൽ? രാധാദേവി എത്ര പെട്ടെന്നാണെന്ന് നോക്കിയേ വിശ്വാസത്തിൽ നിന്ന് ബോധ്യത്തിലേക്കും ബോധ്യത്തിൽ നിന്ന് ഉറപ്പിലേക്കും പോണ എന്ത് സംഭവിച്ചാൽ രാധാദേവി ഒരിക്കൽ അവർക്ക് ഒരു ദിവസം അവർക്ക് ശ്വാസം കിട്ടിയില്ല. അവർക്ക് ഇടയ്ക്ക് ഒരാളുടെ അസുഖമാണ്. ഈ ഡിപ്രഷൻ്റെ തന്നെ ഒരു സംഭവമാണ്. നമുക്ക് പനി ഡെലീരിയമായിട്ട് മാറുന്ന പോലെ തന്നെ ഡിപ്രഷൻ ഒരു ആന്തരികമായ ഉദ്വിഗ്നതയായിട്ട് മാറും. അവസാദ രോഗങ്ങൾ ചിലപ്പോൾ ഉദ്വിഗ്നതയായിട്ട് മാറും. എന്ന് വെച്ചാൽ ആന്തരികമായിട്ട് നമ്മളിങ്ങനെ ആന്തരികമായി തകർക്കപ്പെടും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ വരും നമ്മൾ വെച്ച സമയത്ത്. അപ്പോൾ ഒന്നിനും കഴിയില്ല, വെറുതെ ഇരുന്ന് കുളിക്കത്തില്ല. ഏതെങ്കിലും അതിന് ഇരുട്ട് ഇഷ്ടമായിരിക്കും, വിജനമായ സ്ഥലങ്ങൾ ഇഷ്ടമായിരിക്കും, ആൾക്കാരുടെ സ്വരം അലർജി ആയിരിക്കും. അങ്ങനെ നമ്മൾ കൂനിക്കൂടി ഒരു മൂലവൽക്കരിക്കട്ട് പോകും. നമ്മുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം, നമ്മുടേതായിട്ടുള്ള കംഫർട്ട് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു രാജാമേരിക്ക ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആവൃത്തി നിധാനത്തിനെ ഭരിച്ച് പുറത്താക്കുന്നത് ലാസറിനെ ഉയർപ്പിച്ച കർത്താവാണ്. അതിന് രാധാദേവി എന്താ ചെയ്തിരിക്കണത്? അതായത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവർക്ക് ജന്നി വന്ന്, ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോലും ഇവർക്ക് ഡിപ്രഷൻ വന്നിട്ട് ഇവർക്ക് ഡിപ്രഷൻ ഉള്ളിൽ താല്പര്യത്തിട്ട് അതൊരു അപസ്മാര പോലെ ഉള്ളിൽ, അപസ്മാരമൊന്നും അല്ല പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഉള്ളിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നു, ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ ബോധത്തിൽ പറഞ്ഞ് അമ്മയുടെ തൈലം, അമ്മയുടെ എണ്ണ എന്ന് പറഞ്ഞ് ഇവർ അലറി വിളിച്ചേ. ഇവിടെ ശ്വാസം പോയിക്കൊണ്ടിരിക്കുകയാണ്, തീർന്ന് മരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അവിടെ വീട്ടിലുള്ളവർ എന്ത് ചെയ്ത് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ഇവിടെ നെറ്റിക്കൊരു കുരിശ് വരച്ച്. പെട്ടെന്ന് ശ്വാസം നേരെയായി. അതായത് പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ ശ്വാസം നിന്ന് പോകാൻ പോയ ആൾ ഇത് രാജാമേരിക്ക് ഉറപ്പ് നൽകണതാണ്. മനസ്സിലായില്ലേ? ഉറപ്പെന്താ മനസ്സിലായില്ലേ? എന്താണ്? അവർ മരിക്കാൻ പോകുന്ന സമയം, ശ്വാസം നിലയ്ക്കാൻ പോകുന്ന സമയത്ത് അവിടെ ബോധമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കൊരു അടയാളം കൊടുത്തു. എന്താണ്? അമ്മയുടെ തൈലം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് തൈലം കൊണ്ട്. അപ്പോൾ അത് ഇവൾക്ക് മാത്രമാണ് അറിയണത്. അപ്പോൾ അമ്മയുടെ തൈലം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് അറിയാവുന്നവർ വീട്ടിലുള്ളവർ കൊണ്ടുവന്ന് കൊടുത്ത് ആ തൈലം എടുത്തുകൊണ്ട് ഇവിടെ നെറ്റിക്കൊരു കുരിശ് വെച്ചപ്പോൾ പെട്ടെന്ന് നിന്നു പോകാൻ പോയി ശ്വാസം സാധാരണ നിലയിലിട്ട് വരും. ഇത് ഇവർക്ക് അനുഭവം കൊണ്ട് ഉറപ്പ് നൽകും. അപ്പോൾ വിശ്വാസം മാറി, ബോധ്യം മാറിയിട്ട് പിന്നെ എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? ആ അനുഭവത്തിൻ്റെ പിൻബലമുള്ള വിശ്വാസത്തിനാണ് ഉറപ്പെന്ന് പറയണത്. ഉറപ്പ് കിട്ടി.
ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ ജീവിതം ഉറപ്പിലൂടെയാണ് പോണത്. എല്ലാവരും ഇങ്ങനെ ഉടമ്പടി ഇത്രയും വളർന്നോന്ന് എനിക്കറിയത്തില്ല. അതാണ് വിഷയം. ഇവർക്ക് ഭർത്താവ് മരിച്ചുപോയ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു, അനിയത്തിയുണ്ട്. അനിയത്തിയുടെ കാര്യമൊക്കെ ഇവർ നല്ല സത്യസന്ധ ലേഡിയാണ്, രാധാദേവി എന്ന് പറയണത്. അനിയത്തിയുടെ ഭർത്താവ് മരിച്ചെങ്കിലും രാധാദേവിക്ക് നല്ലൊരു ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അനിയത്തിയുടെ മകനെ അതുപോലെ തന്നെ അനിയത്തിനെയും ഒക്കെ സന്ധിക്കണതും രാധാദേവി പറയണത്, ഞങ്ങൾക്ക് ഇടയ്ക്ക് പോയി ഒന്ന് അന്വേഷിക്കേണ്ടി വന്നാൽ എൻ്റെ അനിയത്തിനെ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്നൊക്കെ പറയാം. സ്ഥലം മേടിച്ചിട്ട് അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്തിനാണ് താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പോയി അന്വേഷിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ എന്തൊരു ഈ നല്ല മനസ്ഥിതി ഉള്ളവരിലെ നമ്മൾ മാത്രം നന്നായാൽ മതി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉടമ്പടിയൊക്കെ വർക്ക് ചെയ്യാൻ വലിയ പാടാണ്. കാര്യം അത് ദൈവത്തിൻ്റെ അരൂപിലല്ലേ നിൽക്കണത്, ലോകത്തിൻ്റെ അരൂപിലല്ലല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ. അപ്പോൾ രാധാദേവിയുടെ മകൻ ഈ അനിയത്തിയുടെ മകൻ അവൻ നല്ല ടാറ്റ കോളേജിൽ പഠിച്ചതാണ്, സയൻസ് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ അവനെ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഒരു ശ്രമിക്കുമ്പോൾ രാധാവിയുടെ ഭർത്താവ് പറയും, നമുക്ക് അവനെ എവിടെയെങ്കിലും വിടാം, അവൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റിയ ജോലി കൊടുക്കാൻ ഈ നാടിനെ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ആരാ പറയണത്? ശരിക്കും പറഞ്ഞാൽ ചേടത്തിയുടെ ഭർത്താവാണ് പറയണത്. അതാണ് വിഷയം, ചേടത്തിയുടെ ഭർത്താവ്. അപ്പോൾ അവരെന്തൊരു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാധാദേവിയുടെ ഹസ്ബൻഡാണ് പറയണത്, നമുക്ക് അനിയത്തിയുടെ മകനെ ഇവിടുന്ന് വിടാം, കുറച്ച് പൈസ ചിലവാകും, പക്ഷേ അവൻ്റെ വിദ്യാഭ്യാസം പറ്റിയ ജോലി ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി, ഇപ്പം നിങ്ങളറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിച്ചും പാത്തുമല്ലേ നിങ്ങൾ സഹോദരങ്ങളെ സഹായിക്കണത്. അതാണ് സംഭവം. ചിലർ ഭർത്താവിനെ കട്ടുകൊടുക്കും, അനിയത്തിയെ സഹായിക്കും. ചിലർ അമ്മായിയമ്മനെ കട്ടുകൊടുക്കും, അല്ലെങ്കിൽ മരുമകൾ അമ്മായിയമ്മ മക്കൾക്ക് കൊടുക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് മേലെല്ലാം ഓപ്പൺ ചർച്ച വെക്കണം, നല്ലതാണ്. പിന്നെ നിങ്ങൾ ഓപ്പൺ ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് വേണമെങ്കിൽ അത് അടുക്കുന്നില്ല, 50 ബില്ലും അടുക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഡു യുവർ വേ. കാരണം നമുക്ക് കാര്യം നടക്കണം. ക്രിസ്തുവിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ആരെങ്കിലും വൈരാഗ്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നിങ്ങൾ ചങ്ങലക്കിടരുത്. നിങ്ങളത് രക്തസാക്ഷികളുടെ ധീരതയോടുകൂടി മുന്നോട്ട് തന്നെ പോകണം. അത് നോ ഡൗട്ട്. കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ടാകും, പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. നിങ്ങൾ ശത്രുക്കളും നിങ്ങൾ അവസാനം നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിലുള്ള എല്ലാം ക്രിസ്തുവിനെ മുൻനിർത്തി വേണം എല്ലാ വിഷയങ്ങളും ക്രമീകരിക്കാൻ. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ശരിക്കും ഒരു മതം പഠിക്കണ പോലെ പഠിക്കരുത്. ക്രിസ്തു ഒരു മതമല്ല, ക്രിസ്തു മതവും ഒരു മതമല്ല. അതൊരു ബന്ധമാണ്, ശരിക്കും ഒരു ആന്തരികമായ ഒരു ബന്ധം, വല്ലാത്ത ബന്ധം. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആഴമായ